പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സമ്പൂർണ്ണയിൽ എങ്ങനെയാണ് പുതിയൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. സാധാരണ അക്കാദമിക് ഇയറിൻ്റെ തുടക്കത്തിലാണ് നമുക്ക് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് സമ്പൂർണ്ണ തുറന്നാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. അതിൽ മുകളിൽ ക്ലാസ് ആൻഡ് ഡിവിഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വിദ്യാലയത്തിലുള്ള ക്ലാസ്സുകൾ കാണിക്കും. അവിടെ 1, 2, 3, 4 ക്ലാസ്സുകൾ LP വിദ്യാലയമാണ്. ആ ക്ലാസ്സുകൾ ഓരോന്ന് കാണിക്കും. അതിൽ നമുക്ക് ഏത് ക്ലാസ്സിലാണോ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ക്ലാസ് നേരെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിലവിലുള്ള ക്ലാസ്സുകളാണ്. 2023-24 വർഷത്തെ 3 ഡിവിഷനുകളാണ് ഉള്ളത്. അത് കൂടാതെ നമുക്ക് എങ്ങനെയാണ് പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളത് നോക്കാം. വലത് ഭാഗത്ത് ന്യൂ ഡിവിഷൻ എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡിവിഷൻ നെയിം, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് എന്നിങ്ങനെ വരും. അപ്പോൾ നമുക്ക് എത്ര ഡിവിഷനാണ് ഉള്ളത്, ആ ഡിവിഷനിലെ ABC A ആണ് ഫസ്റ്റ് നിർമ്മിക്കേണ്ടത്. അപ്പം A എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റാർട്ട് ഡേറ്റ് ജൂൺ 1 എന്നുള്ള ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ഡേറ്റ് മെയ് 31 എന്നുള്ളത് കൊടുത്താൽ മതി. വർഷം 2 അവിടെ ഉണ്ടാവും. അതിനുശേഷം അത് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഇതാ നമുക്ക് പുതിയ ഡിവിഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഡിവിഷനും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഓരോ ക്ലാസ്സിലെയും ഇതേപോലെ തുറന്ന് നമുക്ക് ഡിവിഷനുകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ പുതിയ ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുട്ടികളെ ഓരോരുത്തരെയും അടുത്ത ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഓരോ ക്ലാസ്സുകളും നമുക്ക് അവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ ഡിവിഷനുകൾ മാത്രം അവിടെ കാണും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി.